ഹായ് അസ്സലാമലൈക്കും. നമ്മൾ ഇന്നൊരു കിഡിലൻ കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഒരു കമൻറ്റ് ഒരു ഹേർട്ടെങ്കിലും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ ചിക്കനും അതുപോലെ മിനി കുബൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ചിക്കൻ കറിക്ക്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാറിലോട്ട് ഒരു അരക്കപ്പ് വലിയ പുളിയില്ലാത്ത തൈര് എടുക്കുക. പിന്നെ ഒരു ഹാൻഡ്ഫുള്ളോ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും അതുപോലെ തന്നെ അതിന് കുറച്ച് കുറവ് പുതിനയിലയും എടുക്കുക. പിന്നെ ഇവിടെ ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ എൻ്റെ ചെറിയ വെളുത്തുള്ളിയാണ്, അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒരു ബൾബ് മൊത്തത്തിൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി എടുക്കാം. വെളുത്തുള്ളിൻ്റെ അത്ര വേണ്ട കേട്ടോ, ഇഞ്ചി അതിൽ കുറച്ച് കുറവെടുക്കുക. പിന്നെ ഇത് ഒരു 10-15ഓളം കാഷ്യൂവും കൂടി എടുത്തിട്ടുണ്ട്, അണ്ടിപ്പരിപ്പ്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളതിൽ ബദാം ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചിട്ടെടുക്കാം. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചിട്ടെടുക്കുക. ഇനി നമുക്കിത് ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിത് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ അരച്ച അരപ്പിലോട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലോട്ട് ചേർക്കേണ്ടത് ഗരം മസാലയില്ലേ, അതാണ് ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ ചെറിയ ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങൻ്റെ പകുതി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലോട്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു ഏകദേശം 3/4 കിലോളം ചിക്കൻ ഉണ്ടാവും കേട്ടോ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക, വലിയ പീസാക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യുക. പിന്നെ ഇതിൽ ഈ ഒരു മസാലയിലോട്ട് നല്ലപോലെ തന്നെ ഇതിലൊക്കെ ഈ ഒരു ചിക്കൻ മിക്സ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിലൊന്ന് ആക്കിയെടുത്തിട്ട് 1 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ എന്തായാലും 1 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ ആ ചിക്കനിൽ നല്ലപോലെ പിടിച്ചിട്ടാൻ. ഞാൻ ഇത് രാവിലെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴാണ് ചെയ്തിട്ടുണ്ടായേ. ഫ്രിഡ്ജിൽ അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് രാത്രിത്തേക്കാണെങ്കിൽ രാവിലെ തന്നെ ചെയ്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. എത്രത്തോളം വെക്കുന്നോ അത്രയും ടേസ്റ്റാവും. അപ്പോൾ അതേ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഈ ഒരു ഓയിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് ഓയിൽ ഒഴിക്കുക. നല്ല കൂടുതൽ ഒഴിക്കേണ്ട, എന്നാലും ആവശ്യത്തിന് ഇതൊന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി ഈ ഓരോ ചിക്കനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ തന്നെ അത് വേവുന്ന വരെ ഫ്രൈ ചെയ്തിട്ടെടുക്കണേ. അപ്പോൾ അത് ഫ്രൈ ആവുന്ന സമയത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ വെച്ച് കൊടുക്കുക. നമുക്ക് ഈ കുബൂസിനുള്ള മാവ് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മാവാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മാവെല്ലാം മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പ് പാലിലോട്ട് 1 ടീസ്പൂൺ ഈസ്റ്റും, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇത്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അവിടെ ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പാല് നല്ല ചൂടാവാൻ പാടില്ല. അതുപോലെ തന്നെ ഇളം ചൂടുമല്ല, കാരണം നമ്മുടെ ആ ഒരു തണുപ്പ് പോകില്ലേ, ഒരു റൂം ടെമ്പറേച്ചറിലുള്ള ആ ഒരു ജസ്റ്റ് ഒന്ന് അവർ പോകുന്ന ആ ഒരു ഇത് മതി കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. കുറച്ച് ചൂട് കൂടിപ്പോയാൽ അത് പൊങ്ങി വരില്ല. അതുകൊണ്ട് അതെന്തായാലും ശ്രദ്ധിക്കുക. ഇളം ചൂട് പോലും വേണ്ട, അത് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മൈദയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച പാലില്ലേ, അത് നല്ലപോലെ തന്നെ ഈസ്റ്റൊക്കെ ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ആ ഒരു പാലൊഴിച്ചിട്ട് ഞാനിവിടെ 1/2 കപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ബാക്കി നമുക്ക് നോക്കിയിട്ട് ചേർക്കാമല്ലോ. പാല് കൂടിപ്പോയാൽ കുഴപ്പമില്ല. പാലോ വെള്ളമോ പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നമ്മുടെ ഈ കുബൂസിനായാലും അതുപോലെ തന്നെ ബട്ടൂരക്കായാലും നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നേരം കുഴക്കണം കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഇതിന് വേണ്ടത്. എത്രത്തോളം സോഫ്റ്റ് ആക്കിയിട്ട് കുഴക്കുന്നോ അത്രത്തോളം നമ്മുടെ ഈ ഒരു സംഭവങ്ങളൊക്കെ നന്നായിട്ട് വരും, കുബൂസായാലും ബട്ടൂരയായാലും ഒക്കെ. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിലും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് കുഴക്കുന്ന സമയത്ത് 1 സ്പൂണ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം കുറച്ച് ഓയിൽ കൂടുതലായിട്ട് ഞാൻ കുറച്ചൊന്ന് ഓയിൽ മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നിന്നൊന്ന് കോരി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതേ ചിക്കനൊക്കെ നല്ലപോലെ വെന്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത ആ ഒരു മസാലയില്ലേ, അതിലേക്ക് കുറച്ചുകൂടി നമ്മുടെ ഒരു മിക്സിയൊക്കെ കഴുകിയിട്ട് ആ ഒരു വെള്ളം കൂടി ഒന്ന് എടുത്തിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എന്താ പറയുക റെഡിയാക്കുമ്പം കൂടുതൽ അങ്ങനെ ലൂസാക്കണ്ട ഗ്രേവി. അപ്പം അത്രയ്ക്ക് ഇതൊരു കുറച്ച് കട്ടിയിൽ കഴിക്കുന്ന തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. നമ്മുടെ ഈ ഒരു കാഷ്യൂ ഒക്കെ ഇട്ടുകൊണ്ട് അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടുകൊണ്ട് നല്ല കുറുകിയിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഗ്രേവി കിട്ടും. ഇനി ഉപ്പൊക്കെ നോക്കുക, ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ കുറച്ച് കുറവുണ്ടായിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചാർക്കോൾ കത്തിച്ച് വെച്ചിട്ട് ഇതില്ലേ നിങ്ങൾക്ക് ഈ ഫ്രൈ ചെയ്യുന്ന സമയത്ത് തന്നെ കത്തിച്ച് വെക്കാം കേട്ടോ. ഈ ഒരു നമ്മൾ ബാക്കി മസാല ചേർക്കുന്ന മുന്നേ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത് അങ്ങനെ മറന്നു പോയതാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങളെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പാട് ആ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈമില്ലേ ഒക്കെ വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചെയ്യുക, എന്നിട്ട് ബാക്കി ഗ്രേവി ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുന്നതാകും കുറച്ചുകൂടി നല്ലത്. കാരണം ആ ഒരു ഗ്രേവിയിലും കൂടി ഈ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടുമ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ കുറച്ച് പൊരിച്ച ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഒരു പൊരിച്ച ഉള്ളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഹരിയാലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ ചിക്കൻ, ഹരിയാലി ചിക്കൻ എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് സംഭവം. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. പൊറോട്ടക്കും അതുപോലെ കുബൂസിൻ്റെ കൂടെയും ബട്ടൂരിൻ്റെ കൂടെയെല്ലാം അടിപൊളി കോമ്പിനേഷനാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഉള്ളി മുറിക്കേണ്ട അങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഒരു ഉള്ളിയൊക്കെ മതിയാവും ഇതൊന്ന് ഫ്രൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം എന്നിട്ടാണ് ഞാൻ ഈ കുബൂസ് ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും മാവ് നല്ലപോലെ തന്നെ ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഒരു പൊങ്ങി വന്ന മാവില്ലേ നമ്മളൊന്നും കൂടി ഇങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ആദ്യത്തേതിനേക്കാളും കിട്ടും കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ കുറച്ചൊരു അരമണിക്കൂറും കൂടി അങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റിൽ തന്നെ പൊങ്ങി വരും. ഞാനിതിൽ നിന്ന് ഒരു 4 ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാവെന്ന് 250 ml കപ്പിലാണ് ഞാൻ മൈദ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു മൈദയിൽ നിന്ന് ഞാൻ 4 ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടില്ല. കാരണം ഇത് നമുക്ക് പരത്തിയിട്ട് ഇതിൽ കാണുന്ന പോലെയല്ല, കുറച്ച് വലുത് തന്നെയാണ് ഓരോ ബോൾസും. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഇതൊന്ന് പരത്തിയെടുക്കുക. നല്ല അത് എത്രത്തോളം പരത്താൻ പറ്റുമോ അത്രത്തോളം പരത്തിയെടുക്കുക. പക്ഷേ നല്ല തിന്നായി പോകരുത്, കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കുക. എന്നിട്ട് വേണം നമുക്ക് ഇത് ചെറിയ ചെറിയ എന്താ പറയുക എന്തെങ്കിലും വെച്ചിട്ട് എന്തെങ്കിലും അടപ്പൊക്കെ ഉണ്ടാവില്ലേ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വലിപ്പം വേണോ അതിനനുസരിച്ചിട്ട് ഇത് ഞാനിവിടെ ന്യൂട്രലിൻ്റെ ഈ ഒരു അടപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യുക. ഇതിൽ കുറച്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ അതിൻ്റെ ആ ഒരു മോൾഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം. ഇത് നമ്മളിങ്ങനെ പരത്തിയിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പരത്തുന്ന ടൈമിൽ ഇത് കുറച്ചുകൂടി ഒന്ന് പൊങ്ങി വരും കേട്ടോ. പക്ഷേ ഇങ്ങനെ തന്നെ വെക്കാൻ പാടില്ല. ഇത് നമ്മൾ വെച്ചിട്ട് എന്തെങ്കിലും ഒരു ടവലോ കാര്യങ്ങളോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കണം, എന്നാലേ അതൊന്ന് പൊങ്ങി വരും. ഇനി ബാക്കിയുള്ള മാവും കൂടി നമുക്കിതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോഴേക്കും അതൊക്കെ ഒന്ന് സെറ്റായിട്ട് വരും കേട്ടോ. പിന്നീട് ഞാൻ ഓരോ വീഡിയോയിൽ നിങ്ങളോട് ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായ കാര്യമാണ്, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈമിലാണ് വീഡിയോ കാണാൻ സൗകര്യം, ഏത് ടൈമിലാണ് ഞാൻ അപ്ലോഡ് ആക്കേണ്ടതെന്നൊക്കെ ഒന്ന് പറയണേ. കാരണം എല്ലാവർക്കും എപ്പോഴും എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ എപ്പോഴാണ് കാണാൻ സൗകര്യം, ഏത് ടൈമിലാണ് അപ്ലോഡ് ആക്കേണ്ടതെന്ന് എന്തായാലും ഒന്ന് പറയാം. ഞാൻ ഇനി മുതൽ 2:30 മണിക്ക് അപ്ലോഡ് ആക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെന്താ, അപ്പോഴേക്കും ഞാനൊക്കെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും അങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മളിതൊന്ന് പരത്തിയിട്ട് അപ്പോൾ കുറച്ചുകൂടി പൊങ്ങിയിട്ട് നല്ല സോഫ്റ്റ് കുബൂസ് കിട്ടും. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മൾ പൊതുവേ കുബൂസ് ഉണ്ടാക്കുന്ന സമയത്ത് പരത്തിയിട്ട് കുറച്ച് ടൈം അങ്ങനെ വെച്ചിട്ടാണ് പിന്നെ ചുട്ടെടുക്കുന്നതെങ്കിൽ പെട്ടെന്ന് പൊങ്ങി വരികയും ചെയ്യും. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാനും വേണ്ടി പറ്റും കേട്ടോ. പരത്തിപ്പാട് നമ്മൾ ചുട്ടെടുക്കാണ്ട് കുറച്ച് സമയം അങ്ങനെ വെച്ചിട്ട് ചുടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ചൊരു പൊങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ ചൂടുന്ന സമയത്ത് ഇതേ കണ്ടില്ലേ, ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. അങ്ങനെ നമ്മുടെ എല്ലാ കുബൂസും റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വലിയ പാന് വെക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. കുറേ ഒന്നിച്ച് ഇടാൻ വേണ്ടി പറ്റുമല്ലോ. ഞാൻ ഇത്രയേ ഇട്ടിട്ടുള്ളൂ, ഇനി എനിക്ക് ഇതിൽ കുറേ ഇടാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട്. ഞാൻ സെക്കൻഡ് ബാച്ചായിട്ട് ബാക്കി ഇട്ടിട്ട് അങ്ങനെ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ്. ഇനി നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടി നമുക്കിതൊന്ന് ചുട്ടിട്ടെടുക്കാം കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തേത് ഇടുന്നതിന് മുന്നേ തന്നെ ഒന്ന് ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ആ ഒരു പാനൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. കാരണം നമ്മൾ പരത്തിയ പൊടിൻ്റെ അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കുമല്ലോ. ഞാൻ ജസ്റ്റ് ചെയ്തതൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള കുബൂസും കൂടി റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, അടിപൊളിയായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടില്ലേ.
അപ്പോൾ നമ്മുടെ എല്ലാ കുബൂസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചെറിയ ചെറിയ ഇതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, ഇത് വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് എന്താ പറയുക, ചെയ്യുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ട് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ ബട്ടർ മാത്രമാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുത്തു. പക്ഷേ ബട്ടർ ഇതുപോലെ ഒന്ന് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കുബൂസിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ചേർത്ത് കൊടുത്തോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ ഈ ഒരു ചിക്കൻ കറിയും കൂട്ടിയിട്ട്. അപ്പോൾ എങ്ങനെയുണ്ട് ഇന്നത്തെ എൻ്റെ കോംബോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്കും ഇൻസ്റ്റയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നല്ല നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് കാണാം. പക്ഷെ എന്തായാലും നിങ്ങൾ എൻ്റെ വീഡിയോസ് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കാരണം ലൈക്കായാലും കമൻറ്റായാലും ഹൈപ്പ് അതൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നിങ്ങളെ ലൈക്കും കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ വീഡിയോ റീച്ച് ആവുള്ളൂ. നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പിന്നെയും വീഡിയോ എടുക്കണമെന്ന് തോന്നുക. ചില ടൈമിൽ നല്ല മടിയാന്നിട്ട് വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ. പക്ഷെ നിങ്ങളെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വിചാരിക്കും എന്തായാലും ഒന്നും കൂടി ചെയ്യുക, അങ്ങനെ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെന്താ, അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.